ഹാഷിമിന് ഇങ്ങനെ ഒരു പുത്രൻ മദീനയിൽ വളരുന്ന കാര്യം മക്കയിലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും അറിയില്ലായിരുന്നു. ഹാഷിമിൻ്റെ 3 സഹോദരങ്ങളായിരുന്നു. ഒന്ന് അബ്ദുഷംസ്, ഒന്ന് മുത്തലിബ്, മറ്റൊരാൾ നൗഫൽ. ഇവർ 3 പേരുമാണ് ഹാഷിമിൻ്റെ സഹോദരന്മാർ. ഇതിൽ മുത്തലിബ് എന്ന സഹോദരൻ ഒരിക്കൽ എന്തോ ആവശ്യത്തിനു വേണ്ടി മദീനയിലേക്ക് പോയി. ആ സമയം അദ്ദേഹം സഹോദരൻ്റെ ഭാര്യയായ സൽമയുടെ വീട് അദ്ദേഹം സന്ദർശിച്ചു. വീട്ടിലെത്തിയ സമയം അദ്ദേഹം ഷെയ്ബ എന്നറിയപ്പെടുന്ന തൻ്റെ സഹോദരപുത്രനെ അവിടെ വെച്ചു കണ്ടു. കണ്ട ഉടനെ തന്നെ ആ കുട്ടിയെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഉടനെ തന്നെ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് സമയം കരഞ്ഞു. അവസാനം സൽമയോട് പറഞ്ഞു, ഈ കുട്ടിയെ ഞാൻ ഉടൻ തന്നെ മക്കയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കേട്ട സൽമ അതിന് വിസമ്മതിച്ചു. ഒരുപാട് നേരത്തെ നിർബന്ധത്തിന് വഴങ്ങി അവർ തൻ്റെ മകനെ അവർക്കൊപ്പം പറഞ്ഞയക്കാൻ സമ്മതിച്ചു. അങ്ങനെ സഹോദരനായ ഹാഷിമിൻ്റെ മകനുമായി മുത്തലിബ് ഒരു ഒട്ടകപ്പുറത്ത് കയറി മക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹം മക്കയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ കരുതിയത് മുത്തലിബിൻ്റെ കൂടെയുള്ള ആ കൗമാരക്കാരൻ മുത്തലിബ് മദീനയിൽ നിന്നും വാങ്ങിയ അടിമയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അവർ മുത്തലിബിൻ്റെ അടിമ, അതായത് അബ്ദുൽ മുത്തലിബ് എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഷെയ്ബ എന്ന കുട്ടി അബ്ദുൽ മുത്തലിബ് ആയി മാറിയത്. മുത്തലിബ് ആ പേര് തിരുത്തിയെങ്കിലും അവർ ആദ്യം വിളിച്ച ആ പേര് തന്നെ നിലനിന്നു. പിന്നീട് ഹാഷിമിൻ്റെ സഹോദരൻ മുത്തലിബ് ആണ് അബ്ദുൽ മുത്തലിബിനെ വളർത്തിയത്. അവസാനം ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ മുത്തലിബ് മരണപ്പെട്ടു. ശേഷം എല്ലാ ചുമതലകളും അബ്ദുൽ മുത്തലിബ് ഏറ്റെടുത്തു. അങ്ങനെ യുവാവായിരിക്കുന്ന സമയം അദ്ദേഹം ബനു സഹ്റ ഗോത്രത്തിൽ നിന്നും ഹാല എന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അവരിൽ 10ഓളം സന്താനങ്ങൾ പിന്നീട് ഉണ്ടാകുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ഖുറൈശികളുടെ നേതാവായിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മക്കയിൽ അരങ്ങേറുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് തൊട്ട് മുൻപായിട്ട് അരങ്ങേറുന്ന സംഭവങ്ങൾ. അബ്ദുൽ മുത്തലിബിൻ്റെ കാലത്ത് മക്കയിലേക്ക് വരുന്ന ഹാജിമാർക്കെല്ലാം വെള്ളം നൽകിക്കൊണ്ട് അവരെ സഹായിക്കാനുള്ള ചുമതല ബനു ഹാഷിം ഗോത്രങ്ങൾക്കാണ്. അവർ ദൂരദേശങ്ങളിൽ നിന്നും വെള്ളം സംഭരിച്ചു കൊണ്ടുവന്നു ഹാജിമാർക്ക് സൗജന്യമായി വിതരണം ചെയ്യും. കാലങ്ങളായിട്ട് അവർ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് കഅബാലയത്തിൽ നിന്ന് ഉറങ്ങുന്ന സമയം അദ്ദേഹം വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ ത്വയ്ബ കുഴിക്കുക. സ്വപ്നത്തിൽ അദ്ദേഹം അയാളോട് ചോദിച്ചു, എന്താണ് ത്വയ്ബ? ആ ചോദ്യം കേട്ടതും സ്വപ്നത്തിൽ നിന്നും അയാൾ അപ്രത്യക്ഷമായി. അബ്ദുൽ മുത്തലിബിന് ആ സ്വപ്നം എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. അദ്ദേഹം അത് അവഗണിച്ചു. 2ാമത്തെ ദിവസവും അദ്ദേഹം ഉറങ്ങുന്ന സമയം വീണ്ടും അതുപോലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നീ ബർറ കൊയ്ക്കുക. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എന്താണ് ബർറ? ഉടനെ സ്വപ്നത്തിലെ ആ ആൾ അപ്രത്യക്ഷമായി. അന്നും ആ സ്വപ്നം അബ്ദുൽ മുത്തലിബ് അവഗണിച്ചു. 3ാമത്തെ ദിവസവും അദ്ദേഹം സ്വപ്നം കണ്ടു. സ്വപ്നം അന്നും പൂർത്തിയായില്ല. 4ാമത്തെ ദിവസവും അദ്ദേഹം അതേ സ്വപ്നം കണ്ടു. അതിൽ സ്വപ്നത്തിലെ ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ സംസം കുഴിക്കുക. ഉടനെ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, എന്താണ് സംസം? ഉടനെ സ്വപ്നത്തിൽ വന്ന ആൾ സംസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. കുഴിക്കേണ്ട സ്ഥലവും സ്വപ്നത്തിലൂടെ അയാൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. തുടർച്ചയായിട്ട് ഒരേ സ്വപ്നം 4 ദിവസം കണ്ടതുകൊണ്ട് അദ്ദേഹം അത് കാര്യമായിട്ടെടുത്തു. അദ്ദേഹം ആയുധമെല്ലാം എടുത്തു സ്വപ്നത്തിൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാൻ സന്നദ്ധനായി. കൂടെ അദ്ദേഹത്തിൻ്റെ മൂത്ത സന്താനമായിരുന്ന ഹാരിസും ഉണ്ട്. ഈ സംഭവം അരങ്ങേറുന്ന സമയം അദ്ദേഹത്തിന് ഏക മകനായ ഹാരിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം അവിടെ പോയി കുഴിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന മറ്റു ഖുറൈശികൾ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം താഴേക്ക് കുഴിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സ്വർണവും മറ്റുമെല്ലാം ലഭിക്കാൻ തുടങ്ങി. പണ്ട് ജുർഹും ഗോത്രക്കാർ പോകുന്ന സമയത്ത് അവരുടെ സ്വർണവും വെള്ളിയുമെല്ലാം സംസം കിണറിൽ ഇട്ട് മൂടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞല്ലോ.
അതെല്ലാം പിന്നീട് അബ്ദുൽ മുത്തലിബ് കുഴിക്കുന്ന സമയം അദ്ദേഹത്തിന് ലഭിക്കാൻ തുടങ്ങി. ഒരൽപ്പം കൂടെ അദ്ദേഹം കുഴിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ശക്തമായിട്ടുള്ള ഉറവ അദ്ദേഹം കണ്ടു. കണ്ട ഉടനെ അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ തക്ബീർ വിളിച്ചു. ഇത് കണ്ട മറ്റു ഖുറൈശികൾ അവിടേക്ക് വന്നു. അവർ ആ വെള്ളത്തിൻ്റെ അവകാശം ഉന്നയിക്കാൻ തുടങ്ങി. അബ്ദുൽ മുത്തലിബ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇതിൽ ഒരു അവകാശവുമില്ല. കാരണം എനിക്ക് മാത്രമായിട്ട് സ്വപ്നത്തിലൂടെ നൽകപ്പെട്ട അറിവാണിത്. അതുകൊണ്ട് നിങ്ങൾ വെള്ളം എടുക്കുന്നെങ്കിൽ എടുത്തോളൂ. പക്ഷേ ഇതിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ടും എനിക്ക് മാത്രമുള്ളതാണ്. പക്ഷേ അവർ വിട്ടുകൊടുത്തില്ല. അവർക്കിടയിൽ തർക്കം മൂർച്ഛിച്ചു.